ഇത്രയധികം സൂപ്പർ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ച ഈ കൂട്ടുകെട്ട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഔസേപ്പച്ചനും ഷിബു ചക്രവർത്തിയും. തൃശ്ശൂരിൽ നിന്ന് ഔസേപ്പച്ചൻ തത്സമയം ചേരും. ഷിബു ചക്രവർത്തി നമ്മുടെ സ്റ്റുഡിയോയിലും ഉണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. രണ്ടുപേർക്കും എൻ്റെ സുപ്രഭാതം. അപ്പോൾ രണ്ടുപേരെയും ഈ അവസരത്തിൽ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. ഇന്ന് നിങ്ങളുടെ സിനിമ കൂടി റിലീസ് ചെയ്യുന്ന ദിവസമാണല്ലോ, സന്തോഷം. അപ്പോൾ ആദ്യ ചോദ്യം ഔസേപ്പച്ചനോടാണ്. ഈ 40 കൊല്ലം ഒരു കൂട്ടായ്മ പിന്തുടരുന്ന കാലം കഴിയുന്നു, 40 കൊല്ലം ഒന്നിച്ച് യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലത്തെ ഒരു അപൂർവ സംഭവമാണ്. 4 പതിറ്റാണ്ട് നീണ്ട കാലയളവാണ്. എങ്ങനെയാണ് ഈ സൗഹൃദം ഇത്രയും പച്ചപിടിച്ച് മുന്നോട്ട് പോയത്? തീർച്ചയായിട്ടും ആദ്യമേ 24 ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഒരു വലിയ ക്ഷമാപണം ഞാൻ അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ഇറങ്ങുന്ന സിനിമയുടെ തന്നെ ഫൈനൽ എഡിറ്റിങ്ങിൽ വന്ന വ്യത്യാസം അത് ചെയ്ത് ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് നേരിട്ട് ഇത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ശ്രീകണ്ഠൻ നായരുടെയും ഷിബു ചക്രവർത്തിയുടെയും കൂടെ ഇരുന്നിട്ട് ഈ നല്ല മുഹൂർത്തം പങ്കിടണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചില്ല എന്നുള്ളൊരു ഖേദമുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 40 വർഷം തികയ്ക്കുന്ന ഈ കൂട്ടുകെട്ടിനെ വീണ്ടും ഒരു ലഡു തരുന്ന, അല്ലെങ്കിൽ ഒരു ലഡു മധുരം കിട്ടുന്ന പോലെയാണ് ബെസ്റ്റി എന്ന സിനിമയിലെ പാട്ട് ചെയ്യാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ദൈവനിശ്ചയമാണെന്ന് ഞാൻ പറയും. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. 40 കൊല്ലം തികയുമ്പോൾ ഒരു പടവും ചെയ്യുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അത് മനോഹരമായിട്ട് ഒരു നല്ല പാട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ഔസേപ്പച്ചൻ, ഷിബു ചക്രവർത്തി, യഥാർത്ഥത്തിൽ നമ്മൾ 40 കൊല്ലം പിന്നോട്ട് താങ്കളുടെ ഓർമ്മയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ 40 കൊല്ലത്തിന് മുമ്പ് എങ്ങനെയാണ് ഈ സംഗീത സംവിധായകൻ ഔസേപ്പച്ചനെ താങ്കൾ കണ്ടുമുട്ടുന്നത്? യഥാർത്ഥത്തിൽ ഔസേപ്പിനെ ഞാൻ കാണുന്നത് എൻ്റെ മറ്റൊരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിലാണ്. അതായത് ശ്യാമ എന്ന് പറയുന്ന പടത്തിൽ ചെമ്പരുത്തിപ്പൂവെ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെക്കോർഡിങ് നടക്കുമ്പോൾ ഇയാൾ വയലിൻ വായിക്കുന്നവരെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നു. റെക്സ് മാഷുണ്ട്. അങ്ങനെ വയലിൽ ഒരുപാട് പേരെ നമുക്ക് അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്നതാണ്. പക്ഷേ ഇയാളെ എനിക്ക് അത്ര പരിചയമൊന്നുമില്ല, ജസ്റ്റ് അറിയാം അത്ര തന്നെ. പക്ഷെ ഇയാൾ പാട്ട് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് നിങ്ങളാണോ ഇത് എഴുതിയത് എന്ന് ചോദിക്കുകയും അസലായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. എനിക്കന്ന് എഴുതി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചോളം അതൊരു വലിയ, പ്രത്യേകിച്ച് ഈ ഓർക്കസ്ട്രക്കാരൊരിക്കലും അവർ വായിക്കുന്ന ആ ബിറ്റല്ലാതെ വേറെ ഒന്നും സാധാരണ കേൾക്കില്ല. ചെരുപ്പൂത്തിയുള്ള പോലെയാണ്. ഋതം വായിക്കുന്നവർ, തബല വായിക്കുന്നവർ തബല മാത്രമായിരിക്കും കേൾക്കുന്നത്. പക്ഷേ അതിനിടയിൽ എഴുതിയ പാട്ടിനെ പറ്റിയൊരു വയലിനിസ്റ്റ് വന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ അത് എന്നെ സംബന്ധിച്ചുള്ളൊരു അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അപ്പോൾ ഔസേപ്പച്ചൻ, ഈ 40 കൊല്ലക്കാലം നിങ്ങൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി. അതിൽ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഇത്തരം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ തന്നെ ഈ പാട്ടിൻ്റെ ലോകത്തെ എങ്ങനെയാണ് സഹായിച്ചത്? ശരിക്ക് ആ ഇണക്കങ്ങളും പിണക്കങ്ങളുമാണ് ഞങ്ങളെ ശക്തിയായിട്ട് ഈ പാട്ട്, ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചത്. കാരണം എൻ്റെ ട്യൂണിലുള്ള അഭിപ്രായ വ്യത്യാസം എൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു മടിയും ഷിബുവിനില്ല. കാരണം അതേപോലെ ഷിബുവിൻ്റെ വരികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാൻ എനിക്കും മടിയില്ല. കാരണം ഞങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് അത്ര സിൻസിയറായിട്ട് ആത്മാർത്ഥതയുള്ളതായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. എന്തായാലും ഈ മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന പ്രണയം, സൗഹൃദം, പ്രകൃതി, ഗൃഹാതുരത, ഇതൊക്കെ തന്നെ നിങ്ങൾ പാട്ടുകളിൽ കൊണ്ടുവന്ന ആളാണ് ഷിബു ചക്രവർത്തി. അപ്പോൾ താങ്കൾക്ക് പലപ്പോഴും ഒരു ചക്രവർത്തിയുടെ കുപ്പായത്തിലേക്ക് കയറാൻ ഈ ഗാനലോകം താങ്കൾക്ക് സഹായമായിട്ടുമുണ്ട്. അപ്പോൾ കുറേ അധികം പാട്ടുകൾ നിങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് മമ്മൂട്ടിയും ലാലും ഒക്കെ മുഖ്യ വേഷങ്ങളിൽ വന്ന ചില ചിത്രങ്ങളിലൊക്കെ നിങ്ങളുടെ സൂപ്പർ ഹിറ്റ് പാട്ടുകളുണ്ട്. എന്നാലും ഈ കൂട്ടായ്മയിൽ നിന്ന് പിറവിയെടുത്തുനിന്ന് താങ്കൾ കരുതുന്ന ഏറ്റവും മനോഹരമായ ഗാനം ഏതായിരുന്നു? അയ്യോ, അങ്ങനെ ഒരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണം വെച്ചാൽ ആ സിറ്റുവേഷൻ എത്രമാത്രം ആപ്റ്റ് ആവുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അകത്തൊരു എപ്പോഴും നമ്മൾ നോക്കുന്നത്. എങ്കിലും ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ, അന്തിപ്പൊൻവട്ടം, എന്തിനിപ്പോൾ ബെച്ചിൽ ചെയ്ത പാട്ട് എല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ്. അത് ആ സിറ്റുവേഷൻ എത്രമാത്രം സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ്. അതിൽ പേഴ്സണൽ ഇഷ്ടങ്ങൾ അധികം ഇല്ല. ഈ സൗഹൃദം കൊണ്ട് ശരിക്കും ചില നല്ല പാട്ടുകൾ ഉണ്ടായി എന്ന് താങ്കൾ പറയുന്നു. അതിനിടയിലാണ് ഔസേപ്പച്ചൻ പറയുന്നത് ഈ വരികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാറുണ്ട്. അപ്പം അത് സർഗബോധവും സാഹിത്യവാസനയൊക്കെ ഉള്ളൊരു സംഗീത സംവിധായകൻ കൂടിയാണ് ഔസേപ്പച്ചൻ എന്ന് താങ്കൾക്കുള്ളിൽ തോന്നിയ ഒരു ആദരവ് തോന്നിയ അഭിപ്രായം ഏതായിരുന്നു? മാത്രമല്ല അതേസമയം ഈ അഭിപ്രായം പൊട്ടയാണ്
ഇത് ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് തോന്നിയ സംഭവം ഏതാണ്? നിങ്ങൾ അല്ല, തല്ലിക്കാൻ വേണ്ടിയല്ല. അൾട്ടിമേറ്റ്ലി അതിന്റെ ലിറ്റററി ഇതിൻ്റെ അകത്ത് ഔസേപ്പിനെ നമ്മൾ തൊടിയിക്കില്ല. അതില്ലല്ലോ. അതുപോലെ തന്നെ അയാളുടെ മ്യൂസിക്കിന്റെ കാര്യത്തിലും ഒരു പരിധി കൂടുതൽ ഞാൻ കയറുന്നില്ല. പക്ഷേ ഇത് എത്രമാത്രം അയാളുടെ എഴുത്ത് മ്യൂസിക്കിനെ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കണം എൻ്റെ എഴുത്ത്, അതുപോലെ തന്നെ എൻ്റെ ലിറിക്സിനെ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കണം അയാളുടെ മ്യൂസിക്. ഈ രണ്ട് ഫാക്ടറാണ് അവിടെ നോക്കുന്നത്. എത്രമാത്രം സൗകുമാര്യമുള്ളതാണ് ആ വാക്കുകൾ, എത്രമാത്രം അട്രാക്റ്റ് ചെയ്യുന്നതാണ്, എത്രമാത്രം ആ ട്യൂണിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്, പൊലിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് അവിടുത്തെ ഫാക്ടേഴ്സായിട്ട് വരുന്നത്. താങ്കൾ ഈണവിടുന്ന ട്യൂണിനനുസരിച്ച് വരികൾ വരണമെന്ന് സംഗീത സംവിധായകൻ നിർബന്ധം പിടിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അതേസമയം സാഹിത്യത്തിൻ്റെ വേലി ക്രോസ് ചെയ്താൽ വിവരം അറിയും എന്നിപ്പോൾ മനസ്സിലായല്ലോ ഔസേപ്പച്ചൻ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് പരസ്പരം യഥാർത്ഥത്തിൽ ശരിക്കും വളരെ ലളിത സുന്ദരമായ പദങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഷിബു ചക്രവർത്തി തൻ്റെ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മാത്രമല്ല പ്രത്യേകിച്ച് പല്ലവിയും ചരണമൊക്കെ ആളുകൾ പാടി നടക്കണം എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെയുള്ള പല വരികളും അദ്ദേഹത്തിൻ്റെ ലാൽചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഔസേപ്പച്ചൻ്റെ മനസ്സിനെ സ്വാധീനിച്ച അങ്ങനെയുള്ള താങ്കളാണ് ട്യൂൺ ചെയ്തതെങ്കിൽ പോലും പിന്നീട് ആലോചിക്കുമ്പം ഒത്തിരി നന്നായി എന്ന് തോന്നിയ പാട്ട് ഏതായിരുന്നു? അത് പല പാട്ടുകളുണ്ട്. ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനെ എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു ഈണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊടുക്കേണ്ടി വന്നു. അത് പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ പടത്തിലെ കിനാവിലെ ജനാലകൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അതിൻ്റെ പല്ലവി വളരെ സിമ്പിളായിരുന്നു, പക്ഷേ അതിൻ്റെ ചരണം ഇറ്റ് വാസ് വെരി കോംപ്ലിക്കേറ്റഡ്. അത് സാധാരണ രീതിയിൽ ട്യൂൺ ആദ്യം ഉണ്ടാക്കിയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഷിബു അത് എഴുതി വന്നപ്പോൾ അയാൾ എഴുതിയ വരികൾ ഞാൻ ട്യൂൺ ചെയ്ത പോലെ ആയി. ശരിക്കും ട്യൂൺ ഇട്ടിട്ട് എഴുതുന്നതാണ്. അപ്പം അങ്ങനത്തെ സബ്ജക്റ്റ്, ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിനും കൂടി ഒരു ഉത്തരം പറയാം. അതായത് ഞങ്ങൾ ഈ അഭിപ്രായം പറയുന്നത്, ഞാൻ ഇടപെടുന്നത്, ഞാൻ ആദ്യം ഈണമുണ്ടാക്കിയിട്ട് അതിലേക്ക് വരികൾ വെക്കുമ്പോൾ അർത്ഥവത്തായിട്ടുള്ള വരികൾ വെച്ചാലും ഈ ഈണത്തിൽ ചേരാണ്ട് വരുമ്പോൾ ഞാൻ അഭിപ്രായം പറയും. അങ്ങനെയുള്ള ചില സമയത്ത് അത് മാറ്റണ്ട എന്നുള്ള നിർബന്ധം വരുമ്പോഴാണ് ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ സൗഹൃദത്തിൽ ആ പിണക്കങ്ങൾ നീണ്ടു നിൽക്കട്ടെ. അപ്പം ഷിബു ചക്രവർത്തി, നമ്മൾ കുറേ വർഷങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ചും പാട്ടെഴുത്തുകാരോട്, ട്യൂണിട്ട് പാട്ട് എഴുതുന്നതാണോ നല്ലത് അതോ പാട്ടെഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ നല്ലത്? ഒരുപക്ഷെ ഒരു സർഗാത്മകതയുള്ള കവി എന്ന നിലയിൽ ഷിബു ചക്രവർത്തിക്ക് കൂടുതൽ സൗകര്യം ഏതെന്നാണ് തോന്നിയിട്ടുള്ളത്? രണ്ട് കറക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, ഞാനൊരു കവിയല്ല. ഞാൻ ഈ പാട്ടെഴുത്തിനെ കാണുന്നത് തന്നെ, നിങ്ങളുടെ പാട്ടിൽ കവി ഉണ്ടല്ലോ, അതല്ലേ കവിത ടച്ച് ചെയ്യണം, കവിതയിൽ വന്ന് തൊടാൻ സാധിക്കണം. പക്ഷേ ഞാനൊരു ബോൺ പോയിട്ടൊന്നുമല്ല. പക്ഷേ ഞാനിതിനെ കാണുന്നത് ഒരു അപ്ലൈഡ് ആർട്ടായിട്ടാണ്. പരസ്യങ്ങൾക്ക് ജിങ്കിൾ എഴുതുന്ന പോലെ ഇവിടെ ഒരു പ്രോഡക്റ്റിന് പകരം ഒരു ഇമോഷൻ വരുന്നു എന്ന് മാത്രം. അതുകൊണ്ടിട്ട് ഞാൻ കൃത്യമായിട്ട് മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നു. മുറ്റത്തെ ചക്രമാവുന്ന എഴുതിയാൽ മലയാളിയുടെ ഗൃഹാതുരത്വത്തിൽ പോയി തൊടാൻ സാധിക്കും എന്നറിഞ്ഞിട്ട് തന്നെയാണ്, അല്ലാതെ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴുകി വരുന്ന കവിതയൊന്നുമല്ല. കൃത്യമായിട്ട് ഇങ്ങനെ എഴുതിയാൽ മനുഷ്യൻ്റെ മനസ്സിൽ തൊടാൻ സാധിക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ടിട്ട് കവിത എഴുതുന്നു. എനിക്ക് മനസ്സിലായി, താങ്കൾ കൈരളി പോലൊരു TV ചാനൽ ഇരുന്നതിൻ്റെ ഗുണമാണത്. കാരണം പ്രേക്ഷകൻ എന്ത് ആവശ്യമുണ്ടോ അത് കൊടുക്കുകയാണല്ലോ അന്നിരുന്ന പ്രോഗ്രാം മേധാവി ഷിബു ചക്രവർത്തിയുടെ ജോലി. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, ഷിബു ചക്രവർത്തി ആൻഡ് ഔസേപ്പച്ചൻ, യഥാർത്ഥത്തിൽ 40 കൊല്ലത്തിന് ശേഷം ആ പുതിയ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ചു. ആ സിനിമ പക്ഷേ ആകസ്മികമായി വന്നുപെട്ടതാണെങ്കിൽ പോലും ആ പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് ആളുകൾ കാണുന്നുണ്ട്. നമുക്ക് ആ പാട്ട് ഒന്ന് പ്രേക്ഷകരെ അല്പസമയം കാണിച്ചു കൊടുക്കാം.
എന്തായാലും മലയാളി മനസ്സിൽ നല്ല ഓർമ്മകളുടെയും നല്ല ചിന്തയുടെയും മഞ്ഞുകണങ്ങൾ വീഴ്ത്തുന്ന പാട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പുതിയ സിനിമ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ സിനിമയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിബു ചക്രവർത്തി? ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഇന്നലെ തിയേറ്ററിലെത്താൻ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഷാനു സമദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വളരെ ഇന്നത്തെ യൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതിൽ വളരെ മെലോഡിയസ് ഒരു സോങ് വേണമെന്ന് ഞങ്ങൾ വളരെ ആക്സിഡൻ്റലി അതിലേക്ക് വന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും, കാരണം എൻ്റെ ഒരു ഓസ്ട്രേലിയൻ വിസയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവരുടെ അക്ബർ ട്രാവൽസിൻ്റെ ഓഫീസിൽ വിളിക്കുന്നു. വിസയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച ശേഷം അവിടുത്തെ മാനേജർ പറഞ്ഞു, ഞങ്ങളുടെ ബോസുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ബോസ് പാട്ടിൻ്റെ പാട്ടുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഔസേപ്പച്ചൻ ഷിബു ചക്രവർത്തി കോംബോയിൽ എത്ര നല്ല പാട്ടുകളാണ് ഉണ്ടായേക്കുന്നത്, അവരടുത്തൊരു പാട്ടുണ്ടാക്കി തരാൻ പറയൂ. ഇതാണ് ഞങ്ങളെ ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നത്. അത് കാരണം അത് കൂടുതൽ അതിൽ ഒരുപാട് പാട്ടുകൾ വേറെയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റിയത്, കാരണം അതിൽ ഏറ്റവും നന്നായിട്ട് പിക്ചറൈസ് ചെയ്യപ്പെട്ട പാട്ടാണിത്. കാരണം ഇത് കുളു മണാലിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് മഞ്ഞിൽ. അതായത് ലിറിക്സും എല്ലാം അത് ആവശ്യപ്പെടുന്നതായിരുന്നു. അത് വളരെ വൃത്തിയായിട്ട് അവർ ചെയ്തു. പടത്തിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ അവസരിപ്പിച്ചതിന് സാധിക്കും, കാരണം അയാൾ റീ റെക്കോർഡ് ചെയ്ത പടമാണ്. ഓക്കെ, മാത്രമല്ല പാട്ടുകൾ മാത്രമല്ല, എൻ്റെ പശ്ചാത്തല സംഗീതവും ഔസേപ്പച്ചനാണ് ഈ പടത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുകൂടി പറഞ്ഞാൽ നമുക്ക് തൽക്കാലം നിങ്ങളുടെ ഈ സൗഹൃദം നീണ്ടു നിൽക്കാൻ വേണ്ടി ഈ ചുരുങ്ങിയ സംഭാഷണം അവസാനിപ്പിക്കാം. അതായത് ഈ പടത്തിന് വേണ്ടിയിട്ട് ഞാൻ മറ്റെല്ലാ വർക്കുകളും പടത്തിന് ഈ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു. പക്ഷേ ഇതിന് കുറച്ച് കൂടുതൽ എന്തോ ഈ പടത്തിനോട് എനിക്ക് കൂടുതൽ ചെയ്യണമെന്ന് തോന്നിച്ചു. കാരണം വളരെ വെൽ ടേക്കൺ മൂവിയായിരുന്നു. ഈ ഷാനു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമായിരിക്കാം, പക്ഷേ അങ്ങനെ നമുക്ക് തോന്നുകയില്ല. വളരെ നല്ല മനോഹരമായിട്ടുള്ള ഷോട്ട്സ് കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ളൊരു സിനിമയാണത്. നല്ലൊരു കഥയുണ്ട്, നല്ല സസ്പെൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എൻ എൻ്റർടൈനിങ് തിങ്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരുപാട് ദിവസം, സാധാരണ ഒരു പടം ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം എടുത്ത് ചെയ്ത ഒരു പടമാണിത്. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ ചെയ്താലും ഇതൊക്കെ ജനങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണണം. കാരണം വലിയ ആർട്ടിസ്റ്റിൻ്റെ നിരയൊന്നുമില്ല, കൊച്ചു പിള്ളേരാണ്, പക്ഷെ അവർ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസറും നല്ലൊരു മനുഷ്യനാണ്. പുതിയ കലാകാരന്മാർക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടി സ്വന്തം കാശെടുത്ത് പടമെടുക്കുന്ന ഒരു അബ്ദുൾ നാസറാണ് ബെസ്റ്റ്. ഫോർ ദെയർ കമ്പനി, ബെൻസി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പടങ്ങൾ എല്ലാം എവറിഥിങ് അദ്ദേഹം ഉണ്ടാക്കുന്നത് പുതിയ ടെക്നീഷ്യൻസിന്, പുതിയ കലാകാരന്മാർക്ക് അവസരം കൊടുക്കാൻ. അതിൽ നിന്നൊരു ലാഭേച്ഛ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. അറിയാതെ കണ്ടു വന്ന് വീണതാണെങ്കിലും ഈ കൂട്ടുകെട്ട് 40 വർഷമാകുമ്പോൾ അത് തയ്ക്കാനായിട്ടൊരു പടം വേണമല്ലോ, പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല. അത് വന്ന് വീണു, അതിൽ നല്ലൊരു പാട്ടുണ്ടായെന്നുള്ളതാണ് പ്രേക്ഷകർ അവരുടെ. എന്തായാലും താങ്ക് യു ഷിബു ചക്രവർത്തി, ആൻഡ് താങ്ക് യു ഔസേപ്പച്ചൻ. നിങ്ങൾ ചെയ്ത ഈ പടം പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, സൂപ്പർ സ്റ്റാറുകളുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല. കഥ അവരുടെ സൗന്ദര്യബോധത്തിന് ചേരുന്നതാണോ, അവരുടെ അഭിരുചിക്കനുസരിച്ച് സിനിമ പോകുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു യുവതലമുറ സിനിമ കാണുന്ന പ്രേക്ഷകരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നല്ല സ്വീകരണം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഈ സ്റ്റുഡിയോയിൽ ചേർന്ന ഷിബു ചക്രവർത്തിക്കും അതേപോലെ തൃശ്ശൂരിൽ നിന്ന് ഈ വെളുപ്പിന് 5 മണി വരെ ഉറങ്ങാതിരുന്ന് സൗണ്ട് ട്രാക്കൊക്കെ നേരെയാക്കി കഴിഞ്ഞിട്ടും ഔസേപ്പച്ചൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചു. താങ്കൾക്കും നന്ദി. ഇനി ഈ കൂട്ടുകെട്ട് കുറച്ചു കാലം കൂടി നീണ്ടു നിൽക്കട്ടെ, മലയാളികൾക്ക് നല്ല പാട്ടുകൾ കിട്ടട്ടെ. താങ്ക് യു വൺസ് അഗെയിൻ.